ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടർ അവിടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഷാപ്പിന്റെ ചുറ്റുമൊക്കെ നടക്കുമ്പോൾ അവിടെ കുറെ കളിക്കാൻ വരുന്ന പിള്ളേരുണ്ട്. അവന്മാര് വന്നിട്ട് പോലീസിന്റെ തൊപ്പി അടിച്ചോണ്ട് പോകും. മറ്റേ പോലീസ് ജീപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്ന പോലീസിന്റെ തൊപ്പി അടിച്ചോണ്ട് പോയിട്ട് അയ്യേ സിംഗം പോലീസ് എന്നും പറഞ്ഞിട്ട് ഇവന്മാര് കളിയാക്കിക്കൊണ്ട് ഓടുമായിരുന്നു. കോളേജില് ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. പിന്നെ അഭിനയിച്ച് മോഹിയായിട്ട് വന്നതല്ലേ? മോഹിയായിട്ടല്ല, അഭിനയിക്കും നന്നായിട്ട്. അൻവർ എന്ന് പറഞ്ഞ പടം ഏറ്റവും ഫസ്റ്റ് ആലോചിച്ചത് അമ്പുക്ക അൻവർ റഷീദ് വെച്ചിട്ടാണ്. പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പണ്ട് ഏറ്റവും ഫസ്റ്റ്. പിന്നെ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം അൻവർ റഷീദ്. ഇൻട്രോ എന്ന് പറയുന്ന സീക്വൻസ് കംപ്ലീറ്റ്ലി ഷൈജു ഖാലിദ് ഒരു മാജിക് ആണല്ലോ. അത് ഇങ്ങനെ വരാൻ പറഞ്ഞു, ആളിങ്ങനെ എല്ലാം പറയും, ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി നോക്കുമ്പോഴാണ് വാന്നുള്ള ഇതുണ്ടാവും. എല്ലാ ഫ്രെയിമും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് ആരോ വന്നിട്ട് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതായത് കോവിഡ് 10-30 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. ഫുൾ നൈറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ശിവജിത്തായിട്ടും കോമ്പിനേഷൻ ഇല്ല. പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇവരൊക്കെ. ബൈക്കിന്റെ സീക്വൻസ് ഗിംബൽ തന്നെയാണ്. മുമ്പിലൊരു ബൈക്കിൽ ഈ പറയുന്ന ക്യാമറയിൽ സ്റ്റണ്ട് ഡയറക്ടർ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ട് അതേപോലെ തന്നെ ബാക്കിലെ ബൈക്കും. അപ്പൊ അത്രയും കിലോമീറ്റർ ലൈറ്റ് അപ്പ് ചെയ്യണം. ഒരു ലോങ് ഷോട്ടും ആണല്ലോ, സിംഗിൾ ഷോട്ട് ആണല്ലോ, ഒറ്റ ടേക്ക് അത്. ഈ വണ്ടി ഇവിടെ വരുമ്പോ ബൈക്ക് കറക്റ്റ് ആയിട്ട് ഈ സമയത്ത് കയറണം. അപ്പോഴത്തേക്കും ഈ സ്കൂൾ ബസ് ഇങ്ങനെ വരും. അതൊക്കെ കറക്റ്റ് ആ സമയത്ത് തന്നെ വേറൊരു ബൈക്കിൽ ഇത് ട്രാവൽ ചെയ്തോണ്ടിരിക്കും ക്യാമറ. പ്രാവിൻകൂട് ഷാപ്പ് ടീം ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. ശിവജിത്ത്, ബേസിൽ ജോസഫ്, ചാന്ദിനി, സൗബിൻ, ശബരീഷ് ശർമ്മ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അതുപോലെ തന്നെ ഒരുപാട് അഭിനന്ദനങ്ങൾ. ഈ പ്രാവിൻകൂട് ഒരു സിനിമയ്ക്ക് മാത്രമല്ല, കഴിഞ്ഞ വർഷം 2024 ഓരോരുത്തരുടെ കരിയർ എടുത്തു നോക്കിയാലും നല്ല സിനിമകൾ സമ്മാനിക്കുന്ന ഒരു വർഷമായിരുന്നു. 2025 തുടക്കം പ്രാവിൻകൂട് വഴി അടിപൊളിയായി. സാധാരണഗതിയിൽ ഒരു സിനിമയുടെ റിലീസിന് മുമ്പാണല്ലോ ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ സിനിമയെപ്പറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കഴിഞ്ഞ 2 സിനിമകൾ നോക്കുകയാണെങ്കിൽ ആവേശമായാലും പ്രാവിൻകൂട് ഷാപ്പായാലും സിനിമയ്ക്ക് ശേഷമാണ് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഒരു തരത്തിൽ സിനിമയ്ക്ക് മുകളിലുള്ള നമ്മുടെ കോൺഫിഡൻസ് കൂടെയാണല്ലോ. നിങ്ങൾ പ്രാവിൻകൂടിൽ സൂപ്പർ കോൺഫിഡൻ്റ് ആയിരുന്നോ? എങ്ങനെയായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ? എന്താ സിനിമയ്ക്ക് ശേഷം സംസാരിക്കുക എന്നുള്ള തീരുമാനത്തിൽ? അങ്ങനെ ഒരു തീരുമാനം ആക്ച്വലി അമ്പുക്കയുടെ തന്നെ തീരുമാനമാണ്, പ്രൊഡക്ഷൻ്റെ തീരുമാനമാണ്. നമ്മൾ കോൺഫിഡൻ്റ് തന്നെയായിരുന്നു. പറയുന്ന പോലെ സിനിമയ്ക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിനിമയല്ല. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റില്ല. കാര്യങ്ങൾ മൊത്തം അതുകൊണ്ട് പലതും ഔട്ടായി പോകും. അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുതലാണല്ലോ പടം ഇറങ്ങിയതിനു ശേഷം സംസാരിക്കാൻ. കുറച്ചുകൂടെ കണ്ടുണ്ടാവുമല്ലോ. അപ്പം കണ്ടതിന് ശേഷം സംസാരിക്കാൻ കുറച്ചുകൂടെ എളുപ്പം. അതെ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എന്ത് സിനിമയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. എന്ത് പറയാനാ അല്ലേ? ചോദിക്കാനൊന്നുമില്ല. അതെ, ഒന്നുമില്ല. ഇതാ നല്ല പരിപാടി എനിക്ക് തോന്നുന്നു. സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഷോ ആണ് കാണുന്നത് ഞാൻ. അപ്പോൾ കണ്ടിട്ട് മൊത്തം സിനിമയായിട്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടി പറയാൻ പറ്റും. എങ്ങനെയാണ് പോകുന്നത്, ജോണർ എങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നും. നമുക്കിടുന്ന റെസ്പോൺസ് കുറച്ചും കൂടി അടിപൊളിയാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിക്കാനും പറ്റും. മറ്റേ നമുക്ക് എങ്ങനെയായിരിക്കും എടുക്കാൻ പോകുന്ന, എങ്ങനെയായിരിക്കും ഓഡിയൻസ് കാണാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് പറയാനും പറ്റില്ല. എത്ര അളവിന് പറയാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷത്തിൽ സംസാരിക്കാം. ഈ ഇത്രയും ക്യാരക്ടേഴ്സ് സിനിമയിൽ ഒരു പറ്റം ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ ക്യാരക്ടറിൻ്റെ ഇൻട്രോ ഇത്രയും എംഫസൈസ് ഉള്ള 2 ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ചാന്ദ്രി അവതരിപ്പിച്ച മിറൻഡ എന്ന ക്യാരക്ടർ, ബാബുവേട്ടനായി വന്ന ശിവത്തിൻ്റെ ക്യാരക്ടർ, ഇൻട്രോയിൽ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് സിനിമ? കാരണം സിനിമ ക്യാരക്ടർ സ്പെഷ്യലാണ്, അതിന് പുറമെ അതിനും സ്പെഷ്യലാണ് ഈ ടീം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ഫുൾ ടീമിലൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ഇത് വൺസ് ഇൻ ലൈഫ് ടൈം ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഹോപ്പ്ഫുള്ളി അത് ഇനി ഉണ്ടാവട്ടെ. ഈ ഇൻട്രോ എന്ന് പറയുന്ന സീക്വൻസ് കംപ്ലീറ്റ്ലി ഷൈജു ഖാലിദ് ഒരു മാജിക് ആണല്ലോ. അത് ഇങ്ങനെ വരാൻ പറഞ്ഞു, ആളിങ്ങനെ എല്ലാം പറയും, ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി നോക്കുമ്പോഴാണ് എന്നുള്ള ഇതുണ്ടാവും. എല്ലാ ഫ്രെയിമും നല്ല നല്ല ഭംഗിയിലാണ്, ഓബിയസ്ലി നന്നായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ അന്തം വിട്ടേക്കും. നമ്മൾ ചില ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ അത് കണ്ടോ, അത് ഇങ്ങനെയുണ്ട്. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. നമ്മളെ തന്നെ അത് കാണുമ്പോൾ ഭയങ്കര
ഒരു ബ്യൂട്ടിഫുള്ളി ആണല്ലോ ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ എന്നോട് കഥ പറയുന്നത് പ്രൊഡക്ഷൻസ് ആയിരുന്നു അനുരക്ഷിത് എന്റർടൈൻമെന്റ് അവിടെ നിന്നാണ് വിളിച്ചത്. അവിടെ പോയി ഡയറക്ടർ ശ്രീരാജിനെ മീറ്റ് ചെയ്തു, കഥേൻ്റെ ഒരു ഇത് പറഞ്ഞ ഒരു സീക്വൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് അതിലായി. അത് കംപ്ലീറ്റ്ലി സ്റ്റോറീൻ്റെ ഒരു ഐഡിയ ആദ്യം സംസാരിക്കുമ്പോണ്ടായിരുന്നില്ല. ഇവിടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഒറ്റ ഇരുത്തത്തിൽ വായിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇത് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പ്രത്യേകിച്ച് പറയാനായിട്ട് എന്ന് പറഞ്ഞാൽ ആ കഥ ഒരു നോൺ ലീനിയർ ഒക്കെ ആണല്ലോ. അപ്പം എനിക്ക് ഓവറോൾ ഈ വിഷ്ണു വിജയ്, മ്യൂസിക് വിഷ്ണു ഗോവിന്ദ്, ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ഐ വാസ് വെരി എക്സൈറ്റഡ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ കൂടെ ഒരു അത്ര സീക്വൻസ് ഇല്ല, മെയിൻലി ഇവർ രണ്ടുപേരും കൂടിയാണ്. സൗബിക്കിനോട് വേറെ 2 സിനിമ ചെയ്തിരുന്നു, പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നിട്ടില്ല. ബട്ട് ഇവര് റാപ്പോ അറിയാലോ, സോ ഇറ്റ് വാസ് വെരി ഫൺ. ഇത് ഇങ്ങനെ നോക്കുന്നത് അത് എപ്പോഴും എല്ലാവരും ഇവിടെ ചോദിച്ചിട്ട് ഇങ്ങനെ അരമണിക്കൂർ സംസാരിക്കും. അപ്പൊ വേറെ ആൾക്കാർ സംസാരിക്കുന്നത് നിർത്താൻ പാടാതെ. അതിപ്പോ ചന്ദ്ര പറഞ്ഞ പോലെ ഈ റാപ്പോ ഫൺ റാപ്പോ തന്നെ ആയിരുന്നു സെറ്റിലും പരിപാടികളൊക്കെ. എനിക്ക് അങ്ങനെ കോമ്പിനേഷൻസ് കുറവായിരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ട്രാക്കാണ്, ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക്. അപ്പോൾ എല്ലാവരുമായിട്ടും കുറച്ച് സീനേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും അവരുടെ ഞാൻ കോമ്പിനേഷൻ അങ്ങ് തീരും. ഇപ്പോൾ സൗബിക്കായിട്ട് 2-3 ദിവസത്തെ സീനേ ഉള്ളൂ, ചെമ്പൻചേട്ടനായിട്ട് 1 ദിവസത്തെ ഷൂട്ട് എന്തേ ഉള്ളൂ, ചാന്ദിനിയായിട്ടും 4-5 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. ഇപ്പം ഞാനും പോലീസുകാരുമായിരുന്നു, അവരുമായിട്ടായിരുന്നു എൻ്റെ കൂടുതലുള്ള കോമ്പിനേഷൻ, ബാക്കിയുള്ള ഗ്രൂപ്പ് ഓഫ് പോലീസുകാരൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ടോട്ടാലിറ്റിയിൽ അങ്ങനെ ഫുൾ ഫൺ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ അവരുമായിട്ട് ഒരു രസം ഉണ്ടായിരുന്നു, വേറെ രീതിയിലുള്ള രീതിയായിരുന്നു. അപ്പോൾ ഒരു ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം കാണാൻ നേരത്തെ ഒരു കുടുംബം പോലെ പല പല 4 ദിവസം 5 ദിവസമാണ് ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും പടത്തിൽ പല പല സമയങ്ങളായതുകൊണ്ട് ഒരുമിച്ചുള്ള പോലെ തോന്നും. അതാ എല്ലാം ഒരുമിച്ചുള്ള ഷൂട്ട് അങ്ങനല്ല. ഷാപ്പിലുള്ള എല്ലാവരും കുറെ ദിവസം കൂടുതലാണ് ഞങ്ങള് കാരണം മരണം നടന്നിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് 10-30 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു, ഫുൾ നൈറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ശിവജിത്തായിട്ടും അതിനായിട്ട് കോമ്പിനേഷൻ ഇല്ല, പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇവരൊക്കെ കാണാൻ. ഇതുപോലെ അല്ലല്ലോ കാണാൻ. ആദ്യം ഞാൻ കണ്ടപ്പോ ഞാൻ ആകെ സിനിമയിൽ അങ്ങനെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് അല്ലല്ല. അപ്പൊ ഞാൻ ലൈക്ക് വേറെ കംപ്ലീറ്റ്ലി ഞാൻ തന്നെ എന്നെ തിരിച്ചറിയാൻ 10 സെക്കൻഡ് എടുത്തു. കണ്ണാടിയിൽ പോലും കണ്ടാ തിരിച്ചറിയാത്ത തിരിച്ചറിയില്ല എന്ന് പറയുന്ന പോലെ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് ഫസ്റ്റ് റിവ്യൂ കണ്ടുകഴിഞ്ഞിട്ട് ആരോ വന്നിട്ട് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ ഈ സിനിമയിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ആ ലെവൽ ഓഫ് മനഃപൂർവ്വം അങ്ങനെ ശ്രീരാജിന്റെ ഐഡിയ അത് തന്നെയായിരുന്നു. തിരിച്ചറിഞ്ഞെടുക്കപ്പോ എന്തിനാ ചേട്ടാ കാര്യം. ഇത് കുറെ കാലം കഴിഞ്ഞു പുള്ളി പറയുന്ന ഐഡിയ എന്താ വെച്ചാൽ ഇത് കുറെ കാലം കഴിഞ്ഞിട്ട് ഇയാളാണോ അത് ചെയ്തത് എന്ന് ചോദിക്കണം നമുക്കായിരുന്നുള്ളത്. പക്ഷെ ഞാൻ പരമാവധി ഞാൻ തന്നെയാണെന്ന് തള്ളുന്നുണ്ട്. മേക്കപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് നമ്മള് അവിടെ ഇരിക്കണം, ഇപ്പുറത്തെ റൂമിൽ ഇരിക്കണം. പുള്ളി വന്നിട്ട് ചൊറിഞ്ഞിട്ടൊക്കെ എന്താ അയ്യോ ശബരി ഞാനാണെന്ന്. എന്റെ വൈഫ് അവിടെ പെട്ടെന്ന് പുള്ളിക്കര താങ്ങാൻ പറ്റാനില്ല. റോളക്സിന്റെ കരവിരുതാണത്. നിങ്ങളെ തമ്മിൽ മറ്റേ ഷൂട്ട് സമയത്തും ഒരു മറ്റേ കാറിൽ ചെമ്പൻചേട്ടനും ഷൈജുക്കിയും കുട്ടിപ്പാടുന്നൊരു ഇൻസ്റ്റയിലിട്ടൊരു അത് ഞങ്ങള് സ്ഥിരം പോക്ക് വരും. ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് രാവിലെ തിരിച്ചു വന്നെ. രാവിലെ വന്ന മനസ്സിലായല്ലോ ഇപ്പൊ. രാവിലെ തന്നെ തിരിച്ച് റൂമിലോട്ട് വന്നതില് ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഞാനും സൗബിനും ചെമ്പൻചേട്ടനും പിന്നെ അടുത്ത് അപ്പുറത്ത് ഷൈജുക്ക ഒരു ഫ്ലോറിൽ തന്നെ ആയിരുന്നു എല്ലാവരും. പിന്നെ തൃശ്ശൂരിന്റെ ഷൂട്ട് ഒരു 100 ദിവസം പോയി 106 ദിവസം ഓർമ്മയില്ല. ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത ഒരു മുണ്ട് മടക്കുത്തലും പിന്നെ ഈ പൊടി പാറുന്ന ഒരു പൊടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അല്ല ക്യാരക്ടർ ഇൻട്രോ. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള നമുക്കൊരു ഡ്രീം ടീം ഉണ്ടാവില്ല. ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ പടത്തിന് വേണ്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ ആദ്യം ശ്രീരാജിനെ കാണുന്നു, അമ്പൂക്കൻ്റെ അടുത്താണ് പോയിട്ടുള്ള ആദ്യം അവരുമായിട്ട് സംസാരിക്കുന്നു. മുൻപ് ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ നമ്മളിങ്ങനെ ഓരോ സിനിമയുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുക, അല്ലെങ്കിൽ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബണ്ടിൽ ഓഫ് സ്ക്രിപ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമുള്ളതാണ്. ഇന്ന് കാലഘട്ടം മാറി, നമുക്കെല്ലാം
മെയിലിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് അങ്ങനെയാണ് ഇപ്പം സ്ക്രിപ്റ്റ് കൂടുതലും കിട്ടാറ്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് അമ്പുകൻ എടുക്കുന്ന ശ്രീരാജ് അമ്പുകൻ കൂടി ഫസ്റ്റ് ഒരു ആ ഒരു മുന്നേ ഞാൻ കണ്ട ഒരു സ്വപ്നം ഫസ്റ്റ് അങ്ങനെയാണ് ഒരു തുടക്കം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ശ്രീരാജ് നമ്മുടെ ഒരു മേക്ക് ഓവർ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ താടി സംഭവം. ഞാനും കുറേ കാലമായിട്ട് ഈ താടി എങ്ങനെ കൊണ്ട് മാറ്റി പിടിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന സമയത്താണിത്. അപ്പം ഒരു 3-4-5 പ്രാവശ്യമായിട്ട് ഇത് കട്ട് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട് അപ്പം ശ്രീരാജ് അവസരം നമുക്ക് താടിയെ വേണ്ട, നമുക്ക് അങ്ങനത്തെ ഒരു ലുക്ക് വേണം, കംപ്ലീറ്റ്ലി ഒരു മനസ്സിലാവാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേറൊരു സാധനം പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ഞാനും ഹാപ്പി ആയിരുന്നു. കാരണം നമുക്കൊരു പുതിയൊരു സംഭവം കിട്ടും. ആൾക്കാരെ തിരിച്ചറിയുന്നതിൽ എന്തോ ശ്രീരാജിന് കുഴപ്പമുണ്ടെന്ന് നമ്മളെ 4 പേര് നമ്മളെ അറിയുന്നതിലും കൂടുതൽ നമ്മൾ ചെയ്ത രാവിലെ പഠിക്കുക അറിയാതിരിക്കുമ്പോഴാണ് അത് രസം. അതെ അതെ, അതിനൊരു ഈ ആക്ടേഴ്സിനെ ഐ തിങ്ക് ക്യാരക്ടേഴ്സിലൂടെ സ്റ്റോറി പോണെന്ന് വെച്ചിട്ടായിരിക്കും ഒരു പ്രശ്നമില്ല. എന്റെ മീശയൊക്കെ എന്താ ഞാൻ ഈ മീശ വിരലുണ്ട് മറ്റേ ഒരു വിരല് കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടറിന്റെയും ലുക്കിന്റെയും കാര്യം പറയുമ്പോ മറ്റേ സിംഗത്തിലെ സൂര്യ ആയിരുന്നു മറ്റേ റെഫറൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. മറ്റേ എനിക്ക് ആദ്യം ഓർമ്മ വന്ന് മറ്റേ വിക്രമാദിത്യൻ സിനിമയില് ഉണ്ണിമൂന്തൻ മറ്റേ പോലീസിനെ ടി വിയിൽ കണ്ടിട്ട് പോലീസ് ആവാൻ പോകുന്നില്ലേ, അതുപോലെ സിംഗം എത്ര തവണ റീവാച്ച് ചെയ്തിട്ടുണ്ടാവും? ഇല്ല അങ്ങനെ പഴയ ഓർമ്മ വെച്ചിട്ടുള്ളൂ. ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് റീവാച്ച് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ലുക്ക് ആൻഡ് ഫീലും ഈവൻ സിനിമയെ പോലും ഇപ്പൊ ഇപ്പൊ അത് എഡിറ്റിലും ഇതൊക്കെ ആയപ്പോ ഷൂട്ട് ചെയ്യുമ്പോ എന്റെ ക്യാരക്ടർ അവിടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഷാപ്പിന്റെ ചുറ്റുമൊക്കെ നടക്കുമ്പോ അവിടെ കുറെ കളിക്കാൻ വരുന്ന പിള്ളേരുണ്ട്. അവന്മാര് വന്നിട്ട് പോലീസിന്റെ തൊപ്പി അടിച്ചുകൊണ്ട് പോകും. മറ്റേ പോലീസ് ജീപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്ന പോലീസിന്റെ തൊപ്പി അടിച്ചുകൊണ്ട് പോയിട്ട് അയ്യേ സിംഗം പോലീസ് എന്നും പറഞ്ഞിട്ട് ഇവന്മാര് കളിയാക്കിക്കൊണ്ട് ഓടുമായിരുന്നു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി അറിയാം ഈ ബാക്കി കോൺസ്റ്റബിൾമാരൊക്കെ ഈ പിള്ളേരുടെ പുറകെ തൊപ്പിയാടാ എന്നും പറഞ്ഞിട്ട് പിള്ളേര് സിംഗം പോലീസ് അയ്യേ പോയിന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇയാൾക്ക് ഈ ഒരു എന്താ പറയാ ഒരു അവഹേളനം അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സിംഗം പോലീസ് എന്നും പറഞ്ഞിട്ട് ഇയാളത് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതല്ല. പക്ഷെ നാട്ടുകാരൊക്കെ അത് കണ്ടിട്ട് അവസാനം ഒരു മേജർ സീനില് ഷാപ്പിലേക്ക് ഇയാൾ ഓടി വരണ സമയത്തും ഈ ചെറുക്കന്മാർ അവിടെ വന്നിട്ട് മുമ്പിൽ കൂടെ ക്രോസ് ചെയ്ത് പോകും. അയ്യേ സിംഗം പോലീസ് എന്നും പറഞ്ഞിട്ട് അപ്പൊ അവന്റെ മണ്ടൊക്കെ അടിക്കുന്നുണ്ട് പോടാ എന്നും പറഞ്ഞിട്ട് എന്നിട്ടാണ് ഓടുന്നത്. അത് സിനിമയിലുണ്ട്. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു ഇതുണ്ട് പക്ഷെ പുള്ളിയുടെ മനസ്സിൽ ലുക്ക് ആൻഡ് ഫീലില് സിംഗവും മനസ്സുകൊണ്ട് ഷെർലക് ഹോംസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് പുള്ളി. സയന്റിഫിക്കലി തെളിയിക്കണം. അതാണ് ലുക്കില് സിംഗം ആവണം എന്നൊക്കെ പറയണ പോലെ. പക്ഷെ രണ്ടും അങ്ങോട്ട് പൂർണ്ണമായിട്ട് എത്തുന്നുമില്ല. അല്ല ശരിക്കും ശ്രീരാജൊക്കെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുമ്പോ ഈ റെഫറൻസ് ശരിക്കും തന്നതാണോ? സിംഗത്തിലെ ഒരു ക്യാരക്ടർ എന്നുള്ള രീതി, മീശ, പിന്നെ ഒരു സിംഗം ലൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അത് ശ്രീരാജിന്റെ കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. നമ്മൾ സംസാരിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഈവൻ ഷെർലക് ഹോംസിന്റെ ഒക്കെ ആണെങ്കിലും ശ്രീരാജ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ആ രീതിയിലാണ് ഇയാളുടെ മനസ്സിൽ. പക്ഷെ റിസൾട്ടിലില്ല, എന്നാൽ പോലും മനസ്സിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഹ്യൂമറും ഇതിന്റെ ഒരു കോൺട്രാസ്റ്റും അതാണ്. ആ ഒരു ഐറണിയിലാണ് അത് മൊത്തം പോകുന്നത്. മൊത്തത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലായിരുന്നെങ്കിൽ ഇത് വേറെ ഈസിലി ആരെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാമല്ലോ. ഇങ്ങനത്തെ ഒരു റോൾ, ഒരു പ്രോപ്പർ പോലീസ് ലുക്കുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിസിക്കൊക്കെ ഉള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്താൽ സ്ട്രേറ്റ് ഫോർവേഡ് ആകുമായിരുന്നല്ലോ. ആ ഒരു കാസ്റ്റിങ്ങിലൊക്കെ ആ ഒരു ബ്രേക്ക് ചെയ്യുന്നിടത്താണ് ശ്രീരാജിന്റെ ഒരു ക്വിർക്കിനെസ് ഉള്ളത്. അങ്ങനെ ഇയാളെ കൊണ്ട് ഇങ്ങനെയാക്കാൻ നോക്കിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഹ്യൂമറും, എന്നാൽ ഇതിന് ഹ്യൂമറിന് വേണ്ടിയിട്ട് അയാൾ അങ്ങനെ അതിനുവേണ്ടി നടിക്കുന്നൊന്നുമില്ല, സീരിയസ് ആയിട്ട് തന്നെയാണ്. പക്ഷെ ആ ഒരു കോൺട്രാസ്റ്റ് ആ ശ്രീരാജിന്റെ ഒരു ഐറ്റം മൊത്തത്തിൽ. സിനിമയിൽ ഇപ്പോൾ 2 ഭയങ്കര എക്സൈറ്റിംഗ് ആയ സീക്വൻസ് ആണ്. അത് വിഷ്വലി കാണുമ്പോൾ ഭയങ്കര ഗ്രാൻഡിയർ നിൽക്കുന്ന എക്സൈറ്റിംഗ് ആയ സീക്വൻസ്. ഒന്ന് ഈ ഒരു ചേസ്, മറ്റേ സ്കൂട്ടറിലുള്ള ഒരു ചേസും, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പോലീസുകാരൻ ബൈക്കിൽ പോകുന്ന ഒരു സ്പോയിലർ സ്വഭാവമാണ്, ഞാൻ മുഴുവൻ പറയുന്നില്ല. ഈ ബൈക്കിൽ പോകുന്ന ഒരു സീക്വൻസ്, ഇത് ടെക്നിക്കലി ഒരു മേക്കർ പെർസ്പെക്റ്റീവിലാണ് ചോദിക്കുന്നത്. ഇത് ടെക്നിക്കലി അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ? ഇതെങ്ങനെ ഇത് ഷൂട്ട് ചെയ്ത്, അതായത് ഗിംബലിൽ വെച്ചിട്ട് അങ്ങനെ ആ രീതിയിലാണ് ഷൂട്ടൊക്കെ പോയത്? ആ ബൈക്കിന്റെ സീക്വൻസ് ഗിംബൽ തന്നെയാണ്. മുമ്പിൽ ഒരു വണ്ടി പോയി, മുമ്പിൽ ഒരു ബൈക്കിൽ ഈ പറയുന്ന ക്യാമറയിൽ സ്റ്റണ്ട് ഡയറക്ടർ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ട്, അതേപോലെ തന്നെ ബാക്കിലെ ബൈക്കും. അപ്പൊ അത്രയും കിലോമീറ്റർ ലൈറ്റ് അപ്പ് ചെയ്യണം. ഒരു ലോങ് ഷോട്ടും ആണല്ലോ, സിംഗിൾ ഷോട്ട് ആണല്ലോ, ഒറ്റ ടേക്ക് അത്. അപ്പൊ അത്രയും സ്ട്രീറ്റുകൾ ലൈറ്റ് അപ്പ് ചെയ്യണം. അത്രയും കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട് ആക്ച്വലി. സ്റ്റേഴ്സ് ഇറങ്ങണം, കോറിഡോറിലൂടെ പോകണം,
മെയിൻ റോഡിലോട്ട് എത്തും. അത്രയും ടെറൈൻസ് കവർ ചെയ്യുന്നുണ്ട് പല പല. തൃശ്ശൂരിൽ ഇങ്ങനത്തെ, തൃശ്ശൂരിന്റെ സിറ്റിയെ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനത്തെ കണ്ണുകളിലൂടെ കൂടെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ. ഒരു രാത്രിയിലുള്ള ഒരു തൃശ്ശൂർ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തുള്ള ഒരു തൃശ്ശൂർ സിറ്റിക്കകത്ത് ഇങ്ങനത്തെ ഒരു ഇരുണ്ട വഴികളിൽ കൂടെയും സിറ്റി ടൗണിൽ കൂടെയും റോട്ടിൽ കൂടെയൊക്കെ ഒരു ബൈക്കിൽ ചേസ് ചെയ്ത് പോകുന്നു. അത് സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അത് അച്ചീവ് ചെയ്യുന്നത് ഭയങ്കര, അത് ഈ പറയുന്ന കലൈ, ഇതിന്റെ സ്റ്റണ്ട് കോറിയോഗ്രാഫർ, അതുപോലെ തന്നെ ഷൈജു ഖാലിദ്, എല്ലാവർക്കും അറിയാം. ചെടിയും ഇത് വെച്ചിട്ടല്ലോ ബൈക്കിന്റെ ചേസ് എടുത്തിരിക്കുന്നത്, ഫ്രണ്ടിൽ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ തിരിഞ്ഞിരുന്നിട്ട്. ബൈക്കിൽ തന്നെ രണ്ട് വണ്ടി സെയിം തന്നെയാണ്. പിന്നെ ഈ ക്യാമറമാൻ തിരിഞ്ഞിരുന്നിട്ട് മുമ്പിലുള്ള ബൈക്കുകാരെ വണ്ടി ഓടിക്കുന്നു, ഈ ബാക്കിലുള്ള ക്യാമറമാൻ തിരിഞ്ഞിരുന്നിട്ട് ഷൂട്ട് ചെയ്യും. ഭയങ്കര റിസ്ക് അല്ലേ, നമ്മൾ സ്റ്റെപ്പർമാൻ എങ്ങോട്ടാ പോണെന്ന് അറിയില്ല, ഇയാൾ ഫുൾ ക്യാപ്ചർ ചെയ്യാൻ വേണം. തിരിഞ്ഞിരിക്കുന്ന ആൾക്ക് ഭയങ്കര ടെൻഷൻ. ഏറ്റവും പിന്നെ കോട്ടിക്കണക്കിന് വിലയുള്ള സാധനം കയ്യിലിരിക്കുന്നു. അത് നല്ല റിസ്കി ആയിട്ടുള്ള സ്കൂട്ടറിൽ തെറിച്ചു പോകുന്നതാണെങ്കിൽ ട്രെയിലറിലുള്ള ഷോട്ടാണ്. അത് ഒറിജിനൽ ഷൂട്ട് ചെയ്തത്, നോ VFX. ആ ഷൂട്ടും അത് ഒറിജിനൽ, അത് റോപ്പ് പോലും ഇല്ല. പാലത്തിന്റെ മുകളിൽ ഒറിജിനൽ ചാടിയ. പിന്നെ ഈ ബൈക്ക് ഓടിക്കുന്നതിലും അതും എല്ലാം റിയലാണ്. ഒരു ഗ്രാഫിക്സോ മറ്റിടിക്കുന്ന വന്ന് ഈ വണ്ടി ഇവിടെ വരുമ്പോൾ ബൈക്ക് കറക്റ്റായിട്ട് ഈ സമയത്ത് കയറണം. അപ്പോഴത്തേക്കും ഈ സ്കൂൾ ബസ് ഇങ്ങനെ വരും, അതൊക്കെ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ വേറൊരു ബൈക്കിൽ ഇത് ട്രാവൽ ചെയ്തോണ്ടിരിക്കും ക്യാമറ. അതൊക്കെ അങ്ങനത്തെ വേറൊരു ഗ്രാഫിക്സോ ഡൂപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. മതിലിടിച്ച് തെറിക്കുന്നതും അത് കുറച്ചും കൂടി ഇത്ര ഗ്യാപ്പിൽ വരുന്ന റിഹേഴ്സലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിനിടിച്ച് ഇത് തെറിക്കുമല്ലോ. അത് കഴിഞ്ഞ് പോയാലും ഈ ബൈക്ക് ഇങ്ങനെ വന്നാലും ഇപ്പുറത്തുകൂടി കട്ടില്ലല്ലോ അവിടെ, ഇത് തന്നെ ഫോളോ ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വീഴുന്ന വരെ സിംഗിൾ ഷോട്ടാണല്ലോ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം അതാണ് അതിന്റെ ഒരു ഇമ്പാക്ട്. ഒരു സീരിയസ് ടെക്നിക്കൽ അച്ചീവ്മെന്റ് തന്നെയാണ് ആക്ച്വലി ആ രണ്ട് സീക്വൻസും. അത് നമുക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു സീക്വൻസ് തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ഷൈജു ആണെങ്കിലും പറയും കിട്ടി, എനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ്. അത് ഒരു VFX സപ്പോർട്ടും ഇല്ലാതെ റിയൽ ആയിട്ട് അങ്ങനത്തെ ഒരു സീക്വൻസ് നമ്മൾ അവര് പുൾ ഓഫ് ചെയ്തു എന്ന് പറയുന്നത് ബിഗ് അച്ചീവ്മെന്റ്. ബിഹൈൻഡ് ദ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ മ്യൂസിക് ഡയറക്ടർ ആയാലും വിഷ്ണു വിജയ് ആയാലും വിഷ്ണു ഗോവിന്ദ്, ഇവരൊക്കെ സ്പെഷ്യലാണ്. പക്ഷെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളും കൂടെ ഉണ്ടല്ലോ ബിഹൈൻഡ് ദ ക്യാമറ. അൻവർ റഷീദ് എന്ന് പറഞ്ഞ ഒരാള്, ഷൈജു ഖാലിദ് എന്നുള്ള പേഴ്സൺ. ഇവരായിട്ടുള്ള വർക്കിംഗ് നേച്ചർ അല്ല ചോദിക്കുന്നത്. ഇവര് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അപൂർവമായി നടക്കുന്ന സംഗതിയാണ്. ഇപ്പൊ ഷൈജുക്കയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു ചാപ്പാക്കുരിശ് സമയത്തൊക്കെ മനോരമയിൽ ഒരു ഇന്റർവ്യൂ വന്നത് കണ്ടിട്ടുണ്ട്. പിന്നെയൊക്കെ നമ്മൾ കാണുന്നത് ഈ മഞ്ഞുമൽ സമയത്ത് നമ്മള് മാളത്തിൽ വെച്ച് കരഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താണ് ഇവര് ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത എന്താ ചോദിച്ചിട്ടുണ്ടോ ഇവരോട്? അതല്ല ഇഷ്ടം, ക്യാമറ പിന്നിലിരിക്കാൻ തന്നെ താല്പര്യം. പക്ഷെ അവര് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അവരാണ് കൂടുതൽ, അതുകൊണ്ടാണ് വരാത്തെന്ന് തോന്നുന്നു. കാരണം അവര് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും, തള്ളാൻ അനുവദിക്കില്ല. അവര് കറക്റ്റേ പറയുള്ളൂ, അതുകൊണ്ട് രസമാണ്. സത്യം മാത്രം പറയുന്നത്. സമീർക്കാണെങ്കിലോ സമീർ തായർ ആണെങ്കിലും വരില്ല. അപ്പൊ അമലിനാണെങ്കിലും ഇന്റർവ്യൂസ് എന്തെങ്കിലും കൊടുക്കും. ഗ്രൂപ്പ് ഫിലിം പ്രൊമോഷൻ കൊടുക്കില്ലല്ലോ, പണ്ട് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഫിലിം പ്രൊമോഷൻ ആയിട്ടുള്ള ഇതിലൊന്നും അമലേട്ടനും അൻവർ റഷീദും ഷൈജും സമീറും അൻവർ റഷീദൊക്കെ എനിക്ക് തോന്നുന്നു നാടകത്തിലേക്കൊക്കെ വരുന്നത് ആസ് എൻ ആക്ടർ വരണമെന്ന് ആഗ്രഹിച്ച് കോളേജില് ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. കോളേജിൽ ആ സമയത്ത് പിന്നെ അഭിനയമോഹിയായിട്ട് വന്നതല്ലേ? മോഹിയായിട്ടല്ല, അഭിനയിക്കും നന്നായിട്ട്. അമലേട്ടൻ പലവട്ടം ശ്രമിച്ചാണല്ലോ അമ്പുക്കാൻ വെച്ച് പടം ചെയ്യാനായിട്ട്. അൻവർ എന്ന് പറഞ്ഞ പടം ഏറ്റവും ഫസ്റ്റ് ആലോചിച്ചത് അൻവർ റഷീദ് വെച്ചിട്ടാണ് ക്യാരക്ടർ പണ്ട് ഏറ്റവും ഫസ്റ്റ്. പിന്നെ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം അൻവർ റഷീദ്. അതിന് മുമ്പൊക്കെ ഉള്ള, അതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു അത്. പിന്നെ അമലേട്ടൻ പറയുകയും ചെയ്തു, ഞാൻ അഥവാ നീ പുറത്ത് അഭിനയിക്കാനായിട്ട് മുമ്പ് എൻ്റെ അടുത്ത് പറയാണ്ട് ചെയ്താൽ. ഇവരൊരുമിച്ചായിരുന്നല്ലോ, സീനിയർ ജൂനിയറാണ് അമലേട്ടൻ. അമ്പുക്ക കലക്കൻ നടന ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട്. കാരണം നമ്മൾ പറയുന്നത് ഡയറക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞു തരുന്നതും അതിലെ റിയാക്ഷൻ, ആ ക്യാരക്ടർ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളില്ലേ, അതൊക്കെ പറഞ്ഞ് മൂടൊക്കെ പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്കറിയാം പുള്ളി കലക്കൻ ഒരു പരിപാടിയാണെന്ന്. ട്രാൻസിന്റെ സമയത്തൊക്കെ. ഇപ്പൊ അങ്ങനെ ആഗ്രഹമുണ്ടോ ആസ് എൻ ആക്ടർ ഇനി വരണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ടോ? അമ്പുക്കാക്ക ഒരിക്കലും വരില്ല. അതെ, ഇന്റർവ്യൂവിന് വരുന്നില്ലല്ലോ.
അതുപോലെ ഈ സിനിമയിൽ മറ്റൊരു സീക്വൻസ് മറ്റേ ഓരോ ഷോട്ട് കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി നോക്കുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സീക്വൻസ് ഈ ഷാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ ഈ അടിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പുറത്തു കൂടെ പോലീസ് ജീപ്പ് വരുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് ഈ ഡോറിന്റെ ഈ 2 അടവിന്റെ സ്ലിറ്റിൽ കൂടെയാണ് ഈ ഇത്. അതിന്റെ കോമ്പോസിഷൻ ഭയങ്കര അടിപൊളി, ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഇപ്പോൾ സൗബിക്കൊക്കെ നോക്കുമ്പോൾ ഷൈജുഖാനായിട്ട് മുമ്പ് അസിസ്റ്റ് ചെയ്ത് തൊട്ടുള്ള ഒരു പരിചയം ഉണ്ടല്ലോ. എല്ലാ ഷോട്ടിനും ഒരു പ്രീ ഡിസൈൻഡ് അപ്രോച്ച് ഉണ്ടോ? ഓരോ ഷോട്ടിനും എല്ലാത്തിനും ഒരു പ്രീ പ്ലാൻ അങ്ങനെയുള്ള ഇങ്ങനത്തെ ഷോട്ടിന്റെ ഒക്കെ ഇപ്പൊ ശ്രീരാജാണെങ്കിലും ഷൈജു ആണെങ്കിലും കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് അത് അങ്ങനെ പിടിക്കാം. അതിന് ഇങ്ങനത്തെ ഒരു മൂഡാണ്. അത് അവർ രണ്ടുപേരും കറക്റ്റായിട്ടാണ്. അത് തലേ ദിവസമാണെങ്കിലും അവർ നാളെ എടുക്കാൻ പോകുന്ന സീക്വൻസിനെ കുറിച്ച് സംസാരിക്കും. പിന്നെ സെറ്റിൽ നേരത്തെ എത്തിയിട്ട് അതിൻ്റെ സംഭവങ്ങൾ പ്ലാൻ ചെയ്യും, അതെങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടതെന്നുള്ളത്. അത് അവർ തമ്മിൽ നല്ല കലക്കം പ്ലാനിങ് തന്നെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വന്നിട്ട് ചെയ്യുന്നില്ല. ഷൈജുന് അതിനൊരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു മൂഡും പിന്നെ ആ ഷോട്ടിന് എത്ര ലെങ്ത്തും വേണമെന്നുള്ളതിൻ്റെ ഒക്കെ ധാരണ രണ്ടുപേർക്കും ഉണ്ട്. പടത്തിലും അത് ആവശ്യമുള്ള എന്നുള്ള ഒരു മ്യൂസിക്കൽ ഒരു ടൈമാണല്ലോ അത്. അതൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഷോട്ട്, ഇങ്ങനെ ലൈറ്റ് അകത്തോട്ട് കയറണം എന്നുള്ളതൊക്കെ. ചാന്ദ്രി, ഈ മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇതിൽ ഭയങ്കര ടാൻ ചെയ്ത ഫേസ്, മറ്റേ എണ്ണപ്പാടം പോലുള്ള മുടി എന്ന് പറയുന്ന പോലെ മുമ്പത്തെ സിനിമകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു ക്യാരക്ടർ ലുക്കാണല്ലോ. ഈ ലുക്കിലേക്ക് അച്ചീവ് ചെയ്യുമ്പോൾ ഇതൊരു പൊടിക്ക് 1 മീറ്റർ മാറിപ്പോയാൽ ഭയങ്കര ഓവർഡു ആയി തോന്നിയാൽ തീരെ കൺവിൻസിങ് ആവില്ല എന്നൊരു സംഗതിയൊക്കെ ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഈ മേക്കപ്പ് കഴിഞ്ഞിട്ട് ആദ്യം കാണുന്നത് എങ്ങനെയാ? സ്വയം ഫേസ് ആദ്യം കണ്ണാടി കാണുമ്പോൾ ഭയങ്കര പാടായിരുന്നു. ഞാൻ എൻ്റെ പ്രീവിയസ് സിനിമയിൽ എന്നെ ഡള്ളാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡസ്കി ആക്കിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ എന്നെ പോലെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ദാറ്റ്സ് നൈസ്. ഇങ്ങനെ വേറെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്യുമ്പം ആ ലുക്കും വ്യത്യാസമാകുമ്പം അത് ഭയങ്കരമായിട്ട് അതിൽ ആഡ് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ സിനിമയ്ക്ക് ഡയറക്ടറിന്റെ വിഷൻ ആയിരുന്നു ഇങ്ങനത്തെ ഒരു ലുക്ക്. അത് കഴിഞ്ഞിട്ട് ഇവര് ആദ്യം ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഹണ്ട് നടക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു സ്കെച്ച് പോലത്തെ ഒരു രൂപത്തിലുള്ള അതുപോലെയായിരുന്നു ലൈക്ക് ഞാൻ ഇതിലൂടെ ട്രാൻസ്ഫോം ആയിട്ടുണ്ടായിരുന്നത്. സോ അവർക്ക് അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇത് ചെയ്തത് റോണക് ചേട്ടൻ്റെ ടീം, അവരാണ് ചെയ്തത്. അപ്പം ഡസ്കി ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തു. മുടി ആക്കിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഐ വാസ് ജസ്റ്റ് ലൈക്ക്. പക്ഷെ അപ്പോൾ തന്നെ ഐ ഫീൽ ലൈക്ക് മാനറിസവും മാറും, നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജ് മാറും. പിന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും കുറച്ചും കൂടി റൂറൽ ഏരിയയിൽ ഉള്ള ടൈപ്പ് കുറേ മാക്സീസും സാരീസും പിന്നെ കുറച്ച് ചുരിദാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ കൂടെ എന്താ സൗബിക്കുന്ന ലുക്കും കംപ്ലീറ്റ്ലി വ്യത്യാസം ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ സന്തോഷമായി, കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. അവരൊന്നും അപ്പൊ നിങ്ങളാരും കണ്ടില്ലല്ലോ. ഇവിടെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് സന്തോഷമായിരുന്നു. നമ്മളവിടെ മറ്റേ ഷാപ്പിന്റെ അതിൽ കൂടി നടക്കുമ്പോൾ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു സൗബിന്റെ അടുത്ത്, ഇത് ആരും ഇതിന്റെ അകത്ത് അഭിനയിക്കണം? സൗബിൻ പുള്ളി വന്നിട്ടുണ്ടാവും. ശരിക്കും നടന്നത്, ഇത് ഒട്ടും അതിശോക്തിയല്ല ശരിക്കും. ഇത് ഞാൻ വെറുതെ തള്ളുന്നല്ല, പെട്ടെന്ന് കേട്ടാ പിന്നെ എന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ശരിക്കും സംഭവിച്ചാണ്. ശരിക്കുള്ള കള്ളുഷാപ്പാന്ന് കൂടിയില്ലോ. ആ കള്ളുഷാപ്പാന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആള് ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെറുതെ ഉള്ള ഒരു ഷാപ്പാണ് ഇവിടെ. കള്ള് കിട്ടില്ല. പക്ഷെ ഇറങ്ങി പോകുന്നത് മറ്റേ പലകൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പൊ വണ്ടി അങ്ങോട്ട് ഇറങ്ങാനായിട്ടും ഐ തിങ്ക് ഓവറോൾ ഇപ്പൊ എനിക്ക് എന്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഐ തിങ്ക് ഷീസ് ഗുഡ്. ഞങ്ങളൊക്കെ ആസ്വദിച്ചായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുക. കാരണം മനസ്സിലാവണല്ലോ. ആരൊക്കെ വന്നിട്ട് എന്തോ നമ്മുടെ ഗണപതി വന്നിട്ട് വന്ന് ഞാനവിടെ നിൽക്കുന്നിട്ട് പെട്ടെന്ന് ലൈറ്റർ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഒരു മിനിറ്റ് മട്ടിനെ ഇല്ല തരാതെ ഇപ്പൊ തന്നെ ഞാൻ കത്തിച്ചൊരു കൊച്ചു സൗകര്യ ഇക്കായിരുന്നോ? കാരണം പെട്ടെന്ന് മനസ്സിലാവില്ലായിരുന്നു. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു കാരണം ഭയങ്കര ടാനുമാണ്. പിന്നെ ഈ കോസ്റ്റ്യൂമും മുണ്ടും പിന്നെ ആ സമയത്തൊക്കെ മാക്സിമം അവിടെ ഞൊണ്ടി തന്നെയാണ് കുറേ സമയത്തും ടേക്ക് അല്ലെങ്കിലും നടന്നുകൊണ്ടിരുന്നത്. കാരണം അത് മാറിപ്പോയിരിക്കാൻ വേണ്ടി പിന്നെ മൊത്തം ആൾക്കാരുടെ ഇടയിൽ ആ ഒരു സാധനം പിടിക്കാൻ വിചാരിച്ച് ഇപ്പോഴും ചെറുതായിട്ട് ഞൊണ്ടുണ്ട് അല്ലേ? രാവിലെയൊക്കെ എഴുന്നേക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകുമ്പോൾ അറിയാണ്ട് ഞൊണ്ട് ഇപ്പം ഞാൻ ഞൊണ്ടതാ ഫസ്റ്റ് റൂമിൽ എഴുന്നേറ്റ് പോകുമ്പോൾ. പിന്നെ അതിൻ്റെ ഇടയിൽ ബേസിൻ്റെ ഒക്കെ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം എനിക്കുണ്ടായില്ല. അത് കഴിഞ്ഞ് വന്ന് ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ നേരത്ത് ഞാൻ ആ ഷോട്ടിൽ ഞൊണ്ടാൻ മറന്നുപോയി. കുറച്ച് ദിവസം ഉണ്ടായില്ലല്ലോ. ഒരു ടേക്ക് ഓക്കെ പറഞ്ഞ് ടേക്ക് ഓക്കെ വന്നിട്ട് ഒന്നൊരു മോണിറ്റർ ഒന്ന് നോക്കിക്കിട്ടും നോക്കിയപ്പോൾ അയ്യോ നമ്മൾ വൺ മോർ എന്ത് പറ്റി ഞൊണ്ടിയില്ല, അയ്യോ ഞൊണ്ടിയില്ല പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി അത് ക്യാമറ ഇപ്പോൾ അവർ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ വെച്ചിട്ട് ഒന്നും കൂടി ഞൊണ്ടി എടുത്ത് അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു പ്രാവശ്യം മാത്രം അങ്ങനെ മാറിയിട്ടുണ്ട് ഞൊണ്ടില്ലാണ്ട്.
ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് തോട്ട് എന്ന് പറയുമ്പോൾ ഈ ഹൂ ഡൺ ഇറ്റ് സ്ട്രക്ചറിൽ വരുന്നൊരു മിസ്റ്ററി ത്രില്ലർ, അതിൽ ഭയങ്കര ക്വിർക്കി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പേഴ്സണലി എക്സൈറ്റ് ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സ്ക്രിപ്റ്റിലൊക്കെ ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ ക്വിർക്കിനെസ് വർക്കാവോ എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുൾ ആണല്ലോ. എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചത് ജഡ്ജ് ചെയ്യുന്നുള്ള പ്രോസസ്സ്? കാരണം വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ശ്രീരാജ് ശ്രീനിവാസനെ പോലൊരു പുതിയ സംവിധായകൻ തൂമ്പ പോലെ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം നിങ്ങളുടെ ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടോ അങ്ങനെ ഒരുപാട് നാൾ അസിസ്റ്റ് ചെയ്തിട്ടോ ഒരു പരിചയമൊന്നുമില്ല. ഇദ്ദേഹത്തെ കൊണ്ട് ഇത് വർക്കാക്കി എടുക്കണം എന്ന് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ശരിക്കും? ശ്രീരാജ് സ്ക്രിപ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടു, തൂമ്പ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. അപ്പം അതിൽ തന്നെ ഇയാള് വേറൊരു അപ്രോച്ച് ആണെന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ് ആ ഷോർട്ട് ഫിലിമിൽ തന്നെ. പിന്നെ സ്ക്രിപ്റ്റിലും അത് നമുക്ക് വായിക്കുമ്പോൾ ഒരു ഭയങ്കര നോൺ ലീനിയർ ആണ്, കുറേ ഐഡിയാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ടെംപ്ലേറ്റ് നിന്ന് മാറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്, അയാളുടെ വിഷൻ അങ്ങനെയാണ്. നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് ടെംപ്ലേറ്റിലേക്ക് പോകും, ഇനിയിപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന പോയിന്റിൽ ഇങ്ങനെ ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വിർക്കിനെസ് ആ റൈറ്റിങ്ങിൽ എവിഡൻ്റ് ആയിരുന്നു. ക്യാരക്ടേഴ്സിന്റെ മാനറിസവും ലുക്കും ഫീലൊന്നും അന്നേരം നമുക്ക് കിട്ടില്ല. ഇപ്പോൾ സൗബിക്ക് എങ്ങനെയാണ് കാണാൻ പോകുന്നതെന്ന് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അല്ലെങ്കിൽ എസ് ഐ സന്തോഷ് ഇങ്ങനത്തെ ഒരു ലുക്ക് ആൻഡ് ഫീലിലാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിരം പോലീസുകാരുടെ മാനറിസവും അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ പോലീസുകാരൊക്കെ സംസാരിക്കുന്ന രീതികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അയാൾ ബാക്കിലൊക്കെ കൈയൊക്കെ കെട്ടി ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ അതല്ലാതെ റൈറ്റിങ്ങിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു പുള്ളിയുടെ ഒരു അപ്രോച്ച്. അത് തന്നെയാണ് എല്ലാവരും എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ആക്ച്വലി. ആ ഷോർട്ട് ഫിലിമും പിന്നെ ഈ പറയുന്ന സ്ഥിരം വഴി കൂടെ അല്ല ഇയാൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ കൂടെ നിൽക്കാം, പുതിയൊരു സിനിമ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു സിനിമ അല്ലാതെ വേറൊരു സിനിമ, ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്, ഇങ്ങനത്തെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ ഇങ്ങനത്തെ ഒരു സിനിമ, അതാണ് ഈ സിനിമേൻ്റെ കൂടെ അയാളുടെ കൂടെ എങ്ങനെയൊക്കെയാണ് നിൽക്കാൻ പറ്റുക. കാരണം അയാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആലോചിക്കുന്ന പോലെ ആലോചിക്കുന്ന ആളല്ല. ഞാൻ ആലോചിക്കുന്ന പോലെ തന്നെ ആലോചിക്കുന്ന ഒരു ഡയറക്ടർ ആണെങ്കിൽ പിന്നെ അത് എല്ലാം പെട്ടെന്ന് ഓക്കെ ആവുമല്ലോ. ഇയാൾ അങ്ങനത്തെ ഒരാളല്ല, അയാളെല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്നു. അപ്പോൾ അയാളുടെ കൂടെ ഇത്രയും, പിന്നെ ഓഫ് കോഴ്സ് അൻവർ റഷീദ് പ്രൊഡക്ഷൻ, അൻബുക്കൊക്കെ ഓൾറെഡി ഇന്നാണ്, സൗബിക്ക് ഓൾറെഡി ഇന്നാണ്, ഷൈജുക്ക ഓൾമോസ്റ്റ് ഇന്നാണ്. അപ്പോൾ അത് നമുക്കൊരു വേറൊരു ഒരു സേഫ്റ്റി ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇയാളുടെ കൂടെ ഇങ്ങനെ ഒരു സിനിമയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം, ആകാംക്ഷയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. ബേസിക്കലി ആ ഷോർട്ട് ഫിലിമാണ് എല്ലാവരെയും പുള്ളി എന്താണെന്നുള്ളത്, പുള്ളിയുടെ ഒരു വിഷൻ എന്തായിരിക്കാം എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഇട്ട് തന്നത്. പിന്നെ അതിന്റെ മേലെയാണ് പിന്നെ അത് പോയത് ആക്ച്വലി. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ തൃശ്ശൂർ ഭാഷ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതായത് ഇപ്പം നിങ്ങളാരും തൃശ്ശൂരിൽ നിന്ന് ഭയങ്കര റൂറലായിട്ട് വരുന്ന ആൾക്കാരല്ല. പൊതുവേ ഒരു വിമർശനം ഉണ്ട്, ഇപ്പോൾ സിനിമയിൽ തൃശ്ശൂർ ഭാഷയും ശരിക്കത്തെ തൃശ്ശൂർ ഭാഷയും എന്നുള്ള ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, അബദ്ധമാണ് സിനിമയിൽ തൃശ്ശൂർ ഭാഷ എന്നുള്ള ഒരു വിമർശനമുണ്ട്. ഇത് ഇപ്പം നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും അവിടെ നിന്ന് റൂറലി, അവിടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നാടക പ്രവർത്തകരൊക്കെയാണ്. നമ്മൾ ഇത്തിരി വിട്ടു നിന്ന ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും, ഇതിൻ്റെ പ്രീ പ്ലാൻ തൊട്ടുള്ള സ്ട്രക്ചർ? ഇപ്പോൾ ഡയറക്ടർ കറക്റ്റ് പ്രോപ്പർ തൃശ്ശൂരാണ്. അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും തൃശ്ശൂർക്കാരാണ്. സെറ്റിൽ കേൾക്കാൻ ഇവർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഈ ഡയലോഗ് പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റും. അങ്ങനെ കറക്റ്റായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളുമാണ് പറഞ്ഞിരുന്നല്ലേ നമുക്ക്. കാര്യം എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ചെയ്തു. കാരണം ഇപ്പോൾ അത് പറയൽ കൊച്ചി ഭാഷ കയറി വരുന്നു. പിന്നെ സിംഗ് സൗണ്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഡബിങ് നല്ല സമയം എടുത്ത്, ഞാൻ 8 ദിവസം വരെ ഡബിങ് എടുത്തു ഓരോരോ സീനാണ്. കാരണം നല്ല കൂടുതൽ തൃശ്ശൂർ വരുമ്പോൾ അത്ര തൃശ്ശൂർ വേണ്ട, അത് കുറച്ച് മതിയാകുമ്പോൾ ഇത്ര തൃശ്ശൂർ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാരണം. അങ്ങോട്ട് എത്താൻ പറ്റും നമുക്ക്, പക്ഷെ അതും വേണ്ട എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ളൊരു തൃശ്ശൂർ മതി, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ശ്രീരാജ് എന്നെ സംസാരിക്കുന്നത് അതിനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ശ്രീരാജ് പക്കാ തൃശ്ശൂർക്കാരനാണ്. പിന്നെ അസിസ്റ്റൻസും അസോസിയേറ്റ്സും എല്ലാവരും, പിന്നെ ബ്രോ എല്ലാവരും, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന നമുക്ക് പിന്നെ ഇത് ഈ ഡയലോഗ് പറഞ്ഞു തരാനും മണി എല്ലാവരും. മണിയുടെ തൃശ്ശൂർ കുറച്ചും കൂടി തൃശ്ശൂരാണ്. ഭയങ്കര തൃശ്ശൂരായിരുന്നു. അപ്പൊ ഡബിന് വന്ന നേരത്ത് ശ്രീരാജ് ഓക്കെ പറഞ്ഞാലും മണി ഓക്കെ പറയില്ല ചെറുപ്പം. ഒന്നും കൂടി വേണമെന്നൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞ് അല്ല ചേട്ടാ കുറച്ചും കൂടി കുറക്കാന്ന്. ഡബ് എല്ലാവർക്കും സമയമെടുപ്പിച്ചാ ചെയ്തത് ആക്ച്വലി. എനിക്കും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഡബ് ചെയ്ത സിനിമ ഇതാ. ഇത്രയും ദിവസം വേറെ ഒരു സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടില്ല. ആളാണ്
മൺമുറി പോയിട്ട് നമുക്ക് വേറെ സ്റ്റൈലിൽ പറയാം. ഭാഷയ്ക്ക് ആരും ദേവരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഈ സിനിമയിൽ. എന്തോ ഞാൻ വരെ ഡബ് ചെയ്തു എന്നിട്ട് സാധാരണ പറയും. തൃശ്ശൂർക്കാരാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഡബയിൽ എന്താ പറഞ്ഞ ചാന്ദിനി? ഞാൻ വരെ ഡബ് ചെയ്തു. എന്നിട്ട് ആൾക്കാർ അപ്പം അത് എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ എൻ്റെ അർത്ഥം ആരും വിശ്വസിക്കുന്നില്ല ഞാൻ ഡബ് ചെയ്തതെന്ന്. കംപ്ലീറ്റ്ലി ഡയറക്ടർക്കാണ് ക്രെഡിറ്റ്. കൂടെ ഇരുന്ന് ഇങ്ങനെ അത് കിട്ടുന്നവരെ അത് എനിക്കാണെങ്കിൽ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഇവരാരും വിചാരിച്ചില്ല ഞാൻ ഡബ് ചെയ്യുന്നത്. കൂടെ എന്നിട്ട് ആണോ ഒന്നുകൂടി ചെയ്യുന്നു. അത് ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ടേക്സ് പോകുന്നുണ്ടെങ്കിൽ തന്നെ ചന്ദ്രി മൺമൂറ് പോയെന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൂ ചാന്ദ്രിക്ക്. അല്ല ബെറ്റർ ആവല്ലേ അത്. ലൈക്ക് ഏറ്റവും നന്നായി എന്താ വെച്ചാൽ ഷൈജുക്കും രണ്ടുപേരും അത് കണ്ടോണ്ടിരിക്കാണ്. പിന്നെ കൂടെ വേറെ 2 ഡയറക്ടേഴ്സ് ഉണ്ട്. പിന്നെ അമ്പൊക്കെ ഡയറക്ടർ. പക്ഷെ ആരും പക്ഷെ ശ്രീരാജിനെ ഇങ്ങനെ എന്താ പറയാ കൺട്രോൾ അങ്ങനെയല്ല. എല്ലാരും ഒരു തിരിച്ചായിരുന്നു ശ്രീരാജ് എല്ലാരെയും വെള്ളം കൊടുക്കും. ശ്രീരാജിന്റെ വഴി പോകുമായിരുന്നു എല്ലാവരും. അല്ല ആൾക്ക് കിട്ടേണ്ടത് അത് പക്ഷെ നല്ലതാണല്ലോ. അപ്പൊ നമുക്കറിയാം ഓക്കെ വ്യക്തമായ ധാരണയുണ്ട്. വേറൊരു കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോ ഷൈജുഖാനെ പോലത്തെ ഒരു സിനിമാറ്റോഗ്രാഫർ വെച്ചിരിക്കുന്ന ഫ്രെയിം കറക്ഷൻ പറയണമെങ്കിലോ അല്ലെങ്കിൽ അതിൽ തന്നെ നിന്നിട്ട് വൺ മോർ ഇങ്ങനല്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ ഇപ്പൊ ആക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ അടുത്തും അയാളെ കൊണ്ട് 5, 10, 15 ടേക്ക് എടുപ്പിക്കാൻ ആൾക്ക് ഒരു മടിയില്ല. അതിപ്പോ പ്രൊഡ്യൂസറിന് അമ്പുക്കയുടെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻസിലൊക്കെ ആണെങ്കിലും പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺവിക്ഷൻ ഉണ്ട്. ഇതിങ്ങനെയാണ് ഈ സിനിമ, അത് നമ്മൾ സ്ഥിരം പോകുന്ന സിനിമയിലായിരിക്കില്ല, ഇത് വേറൊരു രീതിയിൽ സഞ്ചരിക്കേണ്ട സിനിമയാണ്. അപ്പൊ എല്ലാവരും അതിനനുസരിച്ചിട്ട് കൂടെ നിൽക്കുകയും ചെയ്തു. ഒരാൾ പോലും അതിൽ നിന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് കംപ്ലീറ്റ് ഒരു ടീം പാക്കേജ് ആയിരുന്നു. എല്ലാവരും റെസ്പെക്ട് കൊടുക്കണം. ഇപ്പൊ അമ്പുക്കെ ആണെങ്കിലും പുതിയൊരാളെ ഇത്രയും വിശ്വസിച്ചിട്ട് അയാളുടെ കൂടെ നിൽക്കുക, ഷൈജുക്ക, എല്ലാവരും പുതിയൊരു ഡയറക്ടറിനെ ഇങ്ങനെ വിശ്വസിച്ചിട്ട് അയാളുടെ കൺവിക്ഷന്റെ കൂടെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നു. അവനത് കോൺഫിഡന്റ് ആയിട്ട് അവനത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു ശ്രീരാജ്. അപ്പോൾ ഇതൊരു വെരി നല്ലൊരു ടീം വർക്കാണ്. വെച്ച് എന്താ പറയുക, ഇനിയും ഒരുപാട് പുതിയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനും ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിനിമ ഇങ്ങനെ ഒരു പ്രൊജക്റ്റായി മാറുന്നു. ഇത്രയും നല്ല ടെക്നീഷ്യൻസും പാക്കേജിങ്ങും ഉള്ള ഇത്രയും നല്ല ബജറ്റും ഒക്കെ ആയിട്ട് ഒരു സിനിമ ഒരു പുതിയ ഒരാൾക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. 2 മെയിൻ ഫൈറ്റ് സീക്വൻസ് ആണല്ലോ പടത്തിൽ. ഒന്ന് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ശവമായിട്ട് കിടക്കുമ്പോൾ മേളിൽ കൂടെ നടക്കുന്ന ഫൈറ്റ്, പിന്നെ ഒന്ന് നിങ്ങളുടെ മറ്റേ മൂത്രപ്പുര പെയിന്റ് അടിച്ച ആ ഫൈറ്റ്. ഇത് ARMലൊക്കെ നോക്കുകയാണെങ്കിൽ കളരി മറ്റേ അതുണ്ട്. ശരി ശരി, ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് വയലൻസ്. ARMനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആർട്ട് ഫോം രീതിയിലുള്ള ഫൈറ്റ്, ഇതിൽ ഫുള്ള് സംഘട്ടനം എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാ ഇതിലേക്ക് വരുമ്പോ? ഫൈറ്റിൽ തന്നെ പല രീതിയിലുള്ള ആർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം മുന്നേ ടോവിയുടെ കൂടെ കൽക്കി ചെയ്ത സമയത്ത് അതൊരു ബോക്സിങ് ഫൈറ്റ് ആയിരുന്നു. കുറച്ച് ബോക്സിങ് ഇതൊക്കെയുള്ള മൂവ്മെന്റ് ഒക്കെ ഉള്ള ഒരു സാധനമായിരുന്നു. പിന്നെ കളരി മുന്നേ പഠിച്ചതുകൊണ്ട് ARM ചെയ്യുന്ന സമയത്ത് ആ കളരി കുറച്ചും കൂടി ഇതായി. പക്ഷെ ഇതൊന്നും വേണ്ട ഇത് ശരിക്കും പറഞ്ഞ ഒരു സാധാരണ ഒരു നാട്ടിൻപുറം അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു കള്ള് ഷാപ്പ് ഓണറായിട്ടുള്ള ഭയങ്കര ഒരു ഒറ്റ ബുദ്ധി അങ്ങനെയുള്ള ആളുടെ ഒരു ഭീകരത്വം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കണം. അപ്പം കട്ടുകൾ കൂടുതൽ പോവാതെ ഒരു ഒറ്റ ടേക്കിൽ തന്നെ ആ കാര്യങ്ങളും ഇങ്ങനെ പോകുന്നതായിരിക്കണം. അപ്പം അതിന് മുന്നേ ഒരു 2 ദിവസം മാസ്റ്ററായിട്ട് ഇരുന്നിട്ട് ഒരു പ്രാക്ടീസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. പക്ഷേ ഇതും ചെയ്യുമ്പോൾ നമുക്ക് മുന്നേ ചെയ്തതിന് ഒരു റിപ്പീറ്റേഷൻ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം പുതിയൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു ടയർഡ്നെസ്സോ കാര്യങ്ങളോ, പിന്നെ എനിക്ക് കൂടുതലും കുറച്ചൊരു റിയലിസ്റ്റിക് പരിപാടിയൊക്കെ പിടിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ദേഹത്ത് ഇപ്പോൾ കൊള്ളുന്നതൊക്കെ ആ കൊണ്ട് ചെയ്യുമ്പോൾ ആ പെയിനിലോട് കൂടി ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നൊരു പരിപാടിയുണ്ട്. അത് ഫോളോ ചെയ്യാറുണ്ട് ഞാൻ. അപ്പം നമ്മുടെ ARMലും ഇത് എല്ലാത്തിലും അങ്ങനത്തെ ഒരു മൂഡ് ഞാൻ പിടിക്കാറുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു കാണാനും അല്ലെങ്കിൽ ആൾക്കാർക്കൊരു റിയലിസ്റ്റിക് ഒരു ഫീല് വരും. ഇതിന് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കൊണ്ട് എനിക്ക് പെയിൻ ഇഷ്ടമാണ്. നല്ല പാടായിരുന്നു മൊത്തം. കാണിച്ചു തരും. നീലച്ചെറുക്ക് റെഡും നല്ല നീലച്ചെറുക്കും. ഇവിടെ അടികൊണ്ടു സബീഷ് ചേട്ടൻ അടികൊണ്ടിരുന്നു. എൻ്റെ 2 ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, ഈ മൂത്രപ്പുര അതിലറിയാം. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഫൈറ്റ് അത് കൊറിയോഗ്രാഫ്ഡ് ആണ്. അത് എളുപ്പമാണ് നമുക്ക്. അല്ലാണ്ട് ഈ ഡെഡ് ബോഡി ഫൈറ്റ് അങ്ങനത്തെ ഫൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും പേര് ഉന്തും തള്ളും. ബാക്കി എല്ലാവരും അവര് ജീവിതത്തിൽ തല്ലിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സിനിമയിലാരും അവർ ഫൈറ്റ് ചെയ്ത് ഇല്ല.
വളരെ കുറച്ച് ആൾക്കാർ, കൂടുതലും പിള്ളേരും പിന്നെ ആ ചേട്ടന്മാരും ഒക്കെ അല്ലേ ഉള്ളത്. അവർ സിനിമയിൽ അങ്ങനെ പിന്നെ അങ്ങനത്തെ ഫൈറ്റ് അല്ലായിരുന്നു അത്, കൊറിയോഗ്രാഫ്റ്റ് അല്ലായിരുന്നു അത് ഉന്തും തള്ളും അവിടെ അട്ടിക്കുക. അതിൽ ആ പയ്യൻ്റെയൊക്കെ അട്ടിച്ച് കാരണക്കുറ്റി ഷൈജുക്കൊക്കെ ശരിക്കും തട്ടിച്ച് അട്ടിച്ച് ഞാൻ അവൻ്റെ അടുത്ത് എത്ര സോറി പറഞ്ഞിട്ട് അവന് സോറി പറഞ്ഞിട്ട് അവസരം ചേട്ടൻ ഇനി എല്ലാം കൂടി അവസാനം പറഞ്ഞാൽ മതിയോ, കാരണം ശരിക്കും അട്ടിച്ചിട്ടേ തിരിച്ചും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഇതെല്ലാവരും കൂടി ഡെഡ് ബോഡിയുടെ മേളിലേക്ക് വീഴുന്നു. അവിടെ അവസാനം കാർഡ് വരെ വെച്ചിട്ടാണ് അവിടെ കിടന്നതെന്നൊക്കെ. കാരണം മേളിൽ വന്ന് വീഴുക അങ്ങനെ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ മൂത്രപ്പുര ഫൈറ്റിന് മുമ്പ് ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ട്, അതൊരു ഔട്ട് ഓഫ് ഫോക്കസിലാണ് പോകുന്നത്. നമ്മളൊരു ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ പൊട്ടി അതും ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പരിചയമുള്ള ഇത് ആർക്കും ഇതില്ലല്ലോ, ഇത് മുൻപരിചയമില്ല, പിന്നെ അത് കൊറിയോഗ്രാഫിയും അല്ല. അപ്പൊ പിന്നെ ശരിക്കും ചെയ്യാന്നുള്ളതാണ്, ശരിക്കും ചെയ്തെന്നുള്ള ഇതായിരുന്നു. പട്ടിയെ അഭിനയിക്കാൻ വിളിക്കുന്ന പോലെയാണ്. പട്ടി അഭിനയിക്കല്ലോ, പട്ടി കടിക്കും. അതുപോലെ തന്നെ ഇത് ഇടിക്കാന്ന് പറഞ്ഞ ഇടിക്കുക തന്നെ. തലക്ക് നല്ല അടി കിട്ടി. എന്റെ അമ്മ അത് പറയുന്നത് അത് ട്രെയിലറിൽ തന്നെ ഉണ്ടല്ലോ, തലയിൽ കുപ്പി വെച്ച് അടിക്കുന്നത്. ഓരോ 4 കുപ്പി തലക്ക് അടിച്ചിട്ടുണ്ട്. അത് പിന്നെ വാക്സിന്റെ ആണ് സംഭവം. എങ്കിലും ഒരു സാധനം എടുത്ത് തലക്ക് അടിക്കുമ്പോൾ നമുക്കൊരു മിനിമം ഉണ്ടാവല്ലോ. അത് പൊട്ടുകയും വേണം. പൊട്ടുമ്പോ അതിലവിടേക്കാണ് ശ്രീരാജ് ഇതെന്തിനാ 4 പ്രാവശ്യം പോയെന്നുള്ളതാണ് ഏറ്റവും വലിയ. പൊട്ടുമ്പോ അത് മൊത്തം 4 കുപ്പി എന്റെ തലക്കിട്ട് അടിച്ചിട്ടുണ്ട്. അവസാനം ഇനി കുപ്പി ഇല്ല എന്നുള്ള അവസ്ഥയിൽ വരെ ലാസ്റ്റ് ഓക്കെ വെച്ച് അത് അതിന്റെ മൂവ്മെന്റ് ആദ്യത്തെ ഇതിൽ അടിക്കുമ്പോൾ കുറച്ചൊരു മൂവ്മെന്റ്, എന്നിട്ട് അത് തിരിയുന്നതിന്റെ അത് അട്ടിക്കൊണ്ട് തിരിഞ്ഞ് നിന്ന് അഭിനയിച്ച് എന്നിട്ട് വീഴണം. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ചെറുത് അവൻ ഉദ്ദേശിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ പിന്നെയും കുപ്പി എടുക്കും. അത് പെട്ടെന്ന് ശരിയാക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ ടാസ്ക്. ഇല്ലെങ്കിൽ കുപ്പി കടിയുള്ളൂ. 4 പ്രാവശ്യം അടി കൊണ്ടിട്ട് അവസാനം ഫസ്റ്റ് ടേക്ക് ഓക്കെ വെച്ചു. അതാണ്. അതുപോലെ നമ്മൾ ചെയ്തൊരു സംഭവമുണ്ട്, നമ്മുടെ റിഹേഴ്സൽ ചെയ്യിക്കാതെ ഒരു ഷോട്ട്. ഇപ്പൊ എന്റെ മനസ്സിലൊരു ഇതുണ്ടാവും, സൗവിക്കിന്റെ ഇതുണ്ടാവും, അതുപോലെ ചാന്ദനി ഉണ്ടാവും. പക്ഷെ നമ്മൾ റിഹേഴ്സൽ ചെയ്യാതെ ചെയ്തൊരു ഷോട്ട് ഉണ്ട്, അത് ഭയങ്കര 3 രീതിയായിരിക്കും. റിഹേഴ്സൽ വേണ്ട, നമുക്ക് വന്ന് നോക്കാം. നമ്മുടെ ഡയലോഗ് ഇതൊക്കെയാണ്. സീക്വൻസ് വീട്ടിലോട്ട് ഓടി വന്നിട്ട് ഇവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിടിച്ചതിനെ മാറ്റില്ല. അത് ഭയങ്കര എനിക്കറിയില്ല ചെയ്യാൻ പോകുന്നത്, നേരെ തിരിച്ചു. അതുപോലെ തന്നെ അവരുടെ രീതി മാത്രമേ അറിയുള്ളൂ, പ്ലാൻഡ് അല്ല. ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തെത്തുമ്പോഴത്തേന് പിടിച്ചിട്ട് കുടഞ്ഞങ്ങോട്ട് എറിഞ്ഞോളണം. പിന്നെ ഇത്ര വലിയ മനുഷ്യൻ കാലിൽ വയ്യാത്ത ഒരാൾ പിടിച്ചെറിയുമ്പോൾ ആയുധം വേണം. നമുക്ക് എടുത്തു നോക്കാം. കാരണം ഇത് അല്ലെങ്കിൽ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആയുധം പോകും, പവറും എല്ലാം പോകും. ലോങ്ങിൽ നടന്നത് നമ്മള് എന്നിട്ട് അതും ഫസ്റ്റ് ടേക്ക് നോക്കി വെച്ചത്. സെക്കൻഡ് നമ്മൾ ഒന്നുകൂടി എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഫസ്റ്റ് ടേക്ക് തന്നെയാണ്. എന്താ ചെയ്യുന്നത്? നീ നന്നായി കൊടുത്തോന്ന്. അപ്പൊ അതാ പറഞ്ഞത്, നന്നായി കൊടുത്തോ, കുഴപ്പമില്ലാന്ന്. അതകത്തുള്ള നന്നായി കിട്ടി. അത് നല്ല രീതിയാണ്. അത് പുതിയ രീതിയാന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ ബഹുമാനമൊക്കെ ഉണ്ട്, ശരിക്കും തല്ലാൻ പറയും അല്ലേ. എന്തിലും ഞാൻ കരഞ്ഞൊക്കെ കിട്ടുന്ന തല്ല് അത് നല്ലതല്ല. അതുപോലെ അടിച്ചു നല്ല അടിച്ചോളം പറഞ്ഞ് അവർ താടിയൊക്കെ പിടിച്ചിട്ട് ആ മറ്റേ പുള്ളീനെ ഞാനിങ്ങനെ ചളിയിൽ ഇങ്ങനെ ആക്കുന്ന സീനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര. അപ്പൊ ഞാൻ നോക്കി കണ്ട് ചെയ്യാണ്. അപ്പം ഇപ്പൊ ഒന്നും ശ്രീരാജൻ അങ്ങ് ഹാപ്പി ആയിരുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് നൈസ് ശരിക്കും കുറച്ചും കൂടി അവസാനം പുള്ളി തമിഴനായിരുന്നു. പുള്ളി പറഞ്ഞു യഥാപത് വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഒരു ഒറ്റത്തേക്കിൽ ഓക്കെ ആവുന്നത് അങ്ങനെ ഒരു പെർഫെക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്യുന്നതില് നമുക്കത് ഫേക്ക് ആയിട്ട് ചെയ്യുന്നതെന്ന് തോന്നിക്കാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ഔട്ട് കിട്ടിയാലേ പുള്ളി ഓക്കെ പറയുള്ളൂ. അതാണ് ഫൈറ്റ് ഞാൻ കണ്ടിരുന്നു. ലൈക്ക് ഒരു ഒബ്സർവിംഗ് പോയിന്റ് ഓഫ് വ്യൂല് എല്ലാരും മറ്റേ മണ്ണിലും എല്ലാരും ഫുൾ അവിടെ മറ്റേ ഫാൻ ഉണ്ട്, പക്ഷെ എല്ലാരും കംപ്ലീറ്റ്ലി അതില് അബ്സോർബ്ഡ് ആയിരുന്നു. നമ്മൾ സംസാരിച്ചത് 2025 തുടക്കം അതിനെ പറ്റിയാണ്. അപ്പോൾ 2024 ഇപ്പൊ ഇൻഡിവിജ്വൽ കരിയർ പോലെ തന്നെ 25 ഡയറക്ടർ ആക്ടറും കൂടെയാണല്ലോ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എന്താണ് ഇനി 25 വരാൻ പോകുന്ന ആസ് എ ക്രിയേറ്റർ, ആസ് എൻ ആക്ടർ രണ്ടും നോക്കുകയാണെങ്കിൽ? പ്രാവിൻകൂട്, ആഫ്റ്റർ പ്രാവിൻകൂട് ഇനി ആക്ടർ എന്നുള്ള രീതിയിൽ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നു. ഫെബ്രുവരി 6 ഇമ്മീഡിയറ്റ് റിലീസുണ്ട്. പിന്നെ മരണമാസം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അത് ഏപ്രിലിൽ റിലീസുണ്ട്.
അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലത്തേക്ക് ഒന്നും ഉണ്ടാവില്ലായിരിക്കും തോന്നുന്നു. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെയൊക്കെ വർക്ക് നടക്കുന്നു. അത് കാരണം ഈ വർഷം തന്നെ എന്തായാലും ഡയറക്റ്റ് ചെയ്യാനല്ല, അതിൻ്റെ ഒരു വർക്കെങ്കിലും അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഡയറക്റ്റ് ചെയ്യാൻ അതിൻ്റെ സമയം എടുക്കുമായിരിക്കും. അത് ഷൂട്ട് ഈ വർഷം എന്നുള്ള പ്ലാനാണോ നെക്സ്റ്റ്? ഇല്ല, ഈ വർഷം നടക്കില്ല. അത് കുറേ വർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായാലും ഈ വർഷം ഉണ്ടാവും. ഇവിടെ പിന്നെ കൂലി ഇനി എത്ര ദിവസം ഉണ്ടാവും ഷൂട്ട്? കൂലിപ്പണി ഇനിയൊരു 1.5-2 മാസം ഷൂട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് മച്ചാൻ്റെ മാലാക എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങാനുണ്ട്. പിന്നെ പാതിരാത്രി ഒക്കെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പാതിരാത്രി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂലി കണ്ടിട്ട് ഞാൻ കുറച്ചാൾ ഡയറക്ഷൻ അത് ഈ വർഷം എന്നുള്ള പ്ലാൻ തന്നെയാണ്. ഈ വർഷം സംവിധാനം ചെയ്യാൻ. ബാക്കിയുള്ളവര് ശബരീഷ് ചേട്ടൻ എങ്ങനെയാണ്? എൻ്റെ ഇനിയിപ്പം ജസ്റ്റ് ഷൂട്ട് ധീരൻ എന്ന് പറഞ്ഞൊരു പടമാണ് ഇപ്പം ചെയ്ത് പ്രാവൻകൂട് കഴിഞ്ഞ പാതിരാത്രി ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അതും അപ്പോൾ അതായിരിക്കും ചിലപ്പം ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ധീരൻ എന്ന് പറഞ്ഞാൽ ദേവദത്ത് ഷാജി എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അത് ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഒരു 10 ദിവസം പോലും ആയിട്ടില്ല പാക്കപ്പ് ആയി. അതും കോമഡി പരിപാടിയാണ്. അത് കോമഡി പരിപാടിയാണ്. അത് അവരെന്നാ പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ചെറിയ 2 പടത്തിൽ അഭിനയിച്ചിരുന്നു. അതൊക്കെ എന്നാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന് പറഞ്ഞാൽ ചെറിയ 2 ദിവസം ഗ്യാപ്പിൽ പോയി ഒരു പരിചയത്തിൻ്റെ. ബാക്കിയുള്ള ഇനി ഇതാണ് പറയുന്നത് വലിയൊരു പടം എന്ന് പറഞ്ഞാൽ ധീരനാണ്. പിന്നെ അത് കഴിഞ്ഞ് ജോയിൻ അടുത്ത ആഴ്ച ഞാൻ ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശാന്തിനി? ഞാൻ കഥകൾ ഇട്ടിട്ടുണ്ട്, ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ സിനിമ ഇറങ്ങി ഞാൻ കുറച്ചാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ല, പഠിക്കാനായിട്ട് പുറത്ത്. അപ്പൊ അതൊക്കെ തീർത്തു. ഇനി ഇവിടെ ഉണ്ടാവും, ഇനി നാട്ടിലുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് കറക്റ്റ് ആ ഒരു സമയത്ത് ഇക്കേൻ്റെ അവിടെ നിന്ന് കോൾ വരുന്നതും അവരൊക്കെ മീറ്റ് ചെയ്തതും. അപ്പൊ ഈ സിനിമ ചെയ്യുന്നോ ഇല്ലയെന്ന് കണ്ട എനിക്ക് സന്തോഷം. ഇവരൊക്കെ ആയിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് എല്ലാവരും ഭയങ്കര കാണുന്നുണ്ടല്ലോ, അതായത് ഭയങ്കര ഫ്രണ്ട്ലി. ആൻഡ് അമ്പൂക്കനൊക്കെ മീറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ വരും. അപ്പം അങ്ങനത്തെ ഒരു ആംബിയൻസിൽ വർക്ക് ചെയ്തപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇനിയിപ്പോ സ്ക്രിപ്റ്റ്സ് കേട്ടിട്ടുണ്ട്, അപ്പൊ അടുത്ത് എന്താന്ന് നോക്കാം. ശിവത്ത് എന്താണ് എക്സൈറ്റ്മെന്റ്? പ്രാവൻകൂട് പോസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു പെരുങ്കളിയാട്ടം ജയരാജ് സാറിൻ്റെ കളിയാട്ടത്തിൻ്റെ ഒരു ഇതല്ല, വേറൊരു സ്റ്റോറിയൊക്കെ വേറെ ഇതാണ്. പക്ഷേ ആ ഒരു ആംബിയൻസ് ഒക്കെ എടുത്തിട്ടുള്ള തെയ്യം ഇത് വെച്ചിട്ടുള്ളത് അതിപ്പം അടുത്ത് തന്നെ റിലീസുണ്ട്. പിന്നെ ഞാനൊരു തെലുങ്ക് മൂവി ചെയ്യുന്നുണ്ട്. അതിപ്പം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ മാസം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഫൈറ്റ് ഒക്കെ ഉണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്. ഫൈറ്റിന്റെ കഥയല്ലേ നമ്മളന്ന് പറഞ്ഞത്. അയ്യോ ഒന്നുമല്ല, ഒന്നുമല്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും കൂടി ഇനിയും വീട്ടിലേക്ക് എത്തട്ടെ. ഈ 2025 എല്ലാവിധ ആശംസകളായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു.